ഇജിയേ ഓ നമുക്കിന്ന് നല്ലൊരു അയില കിട്ടിയിട്ടുണ്ട്. അതെ, നല്ല പട്ടക്കുന്ന അയില. അല്ല ചെറിയതുമല്ല ഒരിടത്തര അയില. അപ്പം നമുക്കിത് നല്ല മുറിച്ചിട്ട് നാടൻ കറി വെക്കാം, നാടൻ സ്റ്റൈലിൽ വെക്കാം. എന്ന് വെച്ചാൽ മുത്തമ്പലും തേങ്ങയെല്ലാം കൂട്ടിയിട്ട് അപ്പം നമുക്കങ്ങനെ പിന്നെ അയിലക്കറി വെക്കണം എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതെ, തേങ്ങ അരച്ച അയിലക്കറീൻ്റെ റെസിപ്പി കാണിക്കുമോ ചോദിച്ചിട്ടുണ്ടായിനി. അപ്പം ഇന്ന് നമുക്ക് നല്ല തേങ്ങ അരച്ച അയിലക്കറി ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം, അതിൻ്റെ ചിറകെല്ലാം മുറിച്ച്. കാവലാണ് നേരത്തെ അതേണ്ട കാവിലടക്കണം. കിട്ടുന്നുണ്ട്. അപ്പം മീനെല്ലാം മുറിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പമുള്ള മീനാണ് അല്ലേ മുറിക്കാൻ വേണ്ടിയിട്ട്. അയില വേഗം മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മുറിച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മീൻ കഷ്ണം കഴിക്കുക. അയില മീൻ അല്ലെങ്കിൽ വേഗം ഉടഞ്ഞു പോകും നമ്മൾ കഴുകുന്ന സമയത്ത്. ഇങ്ങനെ ഉരുണ്ട് കറച്ച് ഇങ്ങനെ പോകും. അത് അപ്പോൾ നമുക്ക് ഉപ്പിട്ട് വെച്ചിട്ട് മുറിച്ച് പിന്നെ കഷ്ണം കഴിക്കാം. അപ്പം നമ്മ ഇന്ന് വിറകടുപ്പെന്നാണ് മീൻകറി ആക്കുന്നത്. അതെ, പൊടിയെല്ലാം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടായിട്ട് മല്ലിയും മുളകും ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. മല്ലിപ്പൊടി ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചാണ് കേട്ടോ. എന്നാലും മീൻകറി വെക്കുന്ന സമയത്ത് മല്ലിമുളകെല്ലാം കൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1.5 സ്പൂൺ കുരുമുളക് കൂട്ടുന്നുണ്ട്. അത് മതിയോ? അപ്പം ഇന്ന് നമ്മൾ കുടംപുളി ഇട്ടിട്ടല്ല വെക്കുന്നത്, വാളംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുടംപുളി ഇട്ടാൽ ഇവിടെ കുറേ ആൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്, കുറേ ആൾക്ക് ഇഷ്ടമുള്ളവരുണ്ട്, കുറച്ചാൾക്ക്. അപ്പം വാളംപുളി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പം എനിക്കിഷ്ടമാണ് കുടംപുളി, എനിക്കും ഇഷ്ടമാണ്. നെല്ലിക്ക കൂട്ടിയിട്ട് വെക്കില്ല? നെല്ലിക്ക കൂട്ടിയിട്ട് വെക്കലുണ്ട്. നെല്ലിക്ക നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അങ്ങനെ ആക്കിയത് കാണിക്കാം. നെല്ലിക്ക കൂട്ടുമ്പം കുറച്ച് പുളി കൂട്ടണം, പിന്നെ നല്ല രസം ഉണ്ടാവുള്ളൂ. അതിൻ്റെ നെല്ലിക്കക്കായിട്ട് അങ്ങനെ ഒരു പുളി ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കറി ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാടൻ നെല്ലിക്ക കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം അത് കാണിക്കുന്നുണ്ട്. അതിൽ വരുമ്പോൾ അപ്പം അതിൻ്റെ ഇഷ്ടമാതിരി വരാൻ തുടങ്ങിയത്. നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പം അതിലൊക്കെ അല്ലേ. അപ്പം ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഇതാ ഇതുപോലെ വറുത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ മല്ലിപ്പൊടി വറുക്കാത്ത മല്ലിപ്പൊടി ആണെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഡബ്ബയിലിട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി എപ്പം മല്ലിപ്പൊടി ഞാൻ വറുത്ത് വെക്കില്ല, അല്ലെങ്കിൽ കറിയിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു പച്ച ചൊയ ഉണ്ടാവും മല്ലിപ്പൊടി വറുത്ത് കഴിഞ്ഞില്ലെങ്കിൽ. പിന്നെ മീൻ മുറിക്കുന്ന സമയത്തെ നമ്മൾ എന്താ പുളിയുടെ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ. പിന്നെ വറുക്കാത്ത മല്ലിയാണ് വറുക്കുന്നെങ്കിൽ ആദ്യം മല്ലി കുറച്ച് വറുത്താവുമ്പോൾ പറങ്കിപ്പൊടി ഇട്ടോളൂ, മുളക് പൊടി. മുളക് പൊടി, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും മുളക് പൊടി വേഗം. അപ്പോൾ മീൻകറിക്കിലെ അരവെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതാ അരക്കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതാണ്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിട്ട് വേവിച്ചെടുക്കുകയാണ്. എണ്ണ ആക്കുന്നില്ല, വഴറ്റൊന്നുമില്ല എണ്ണയിൽ ഇടാം. അധികം തന്നെ കറി വെക്കല്. വേവാനാവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ
അതാ തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അല്ലേ? എത്ര തേങ്ങ വേണ്ടമ്മ? ഒരു 5 ഇല്ലേ? 5 ഇത്ര പേരെ തേങ്ങ മതി. ഒരു അരമുറി തേങ്ങേൻ്റെ പകുതി. വലിയ മുറിയാണെങ്കിൽ അപ്പോൾ ആളെങ്ങനെയല്ല വെച്ചാൽ അപ്പോൾ ആട് തേങ്ങ അരച്ച് കറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ കുറുങ്ങനെ ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ തേങ്ങ മതി. തേങ്ങ ഇതാ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മീൻ മഞ്ഞളും ഉപ്പും പെരക്കി വെച്ചത് നമുക്കൊന്ന് കഷ്ണം കഴിച്ചു കൊടുക്കാം. നടുക്കേ ഒന്ന് കഷ്ണം കഴിക്കാമല്ലോ. അതെ, അത്ര വലിയ അയിലൊന്നുമല്ല. അപ്പോൾ നമുക്ക് നടുക്കൊരു കഷ്ണമാക്കാം. അയില മൂക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അല്ലേ? അയിലേൻ്റെ വലിയ അയില കിട്ടിയാൽ നല്ല ടേസ്റ്റ് അല്ലേ? ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ കൊത്തമ്പരിയും കൂട്ടി വെച്ചാൽ നല്ല രസമാണ്. കഴുകിയിട്ട് മുറിക്കുന്ന വെച്ചാൽ പിന്നെ മുറിച്ചിട്ട് കഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറച്ചി തന്നെ പോവും. പെരക്കി കഴുകുമ്പോൾ അത് വേഗം പോവും. ഉള്ളിയും തക്കാളിയെല്ലാം പകുതി വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരവെല്ലാം നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് അന്നേരം മീൻ കഷ്ണം ഇടാം. മീൻ കഷ്ണം ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് തേങ്ങ കൂട്ടാം. ഉള്ളിയും തക്കാളിയും നല്ലോണം വെന്തിട്ടുണ്ട്. അരവും വെന്തിട്ടുണ്ടാവും. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി അത്യാവശ്യം വേണമല്ലേ മീനിന്? പുളി ഉണ്ടെങ്കിൽ മീൻകറി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ എന്താണെന്നറിയാം, ഉള്ളിയും തക്കാളി ഒന്നും വേവില്ല. ആദ്യം ഒഴിച്ചു കൊടുത്താലല്ലേ? അതാണ് ഉപ്പും പിന്നെ കുറച്ച് വേകുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തത്. ഉപ്പും പുളി ഒഴിച്ചാൽ ഉള്ളി വേഗം വേകാൻ ബുദ്ധിമുട്ടാണ്. രണ്ടേരും വാട്ടുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വേവിക്കുന്നതല്ലേ, അപ്പം ഇങ്ങനെ നല്ല രസം ഉണ്ടാവില്ലേ കറി? നല്ല ഹെൽത്തി അല്ലേ എണ്ണയിൽ ഇങ്ങനെ വഴറ്റുന്നതിനേക്കാളും? അതെ, എണ്ണ ഒന്നും ആക്കിയിട്ടല്ല അത്. പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ മീൻ കൊടുക്കാം കേട്ടോ. മീൻ്റെ കഷ്ണമെല്ലാം ഓരോന്നേരായി ഇട്ട് കൊടുക്കുക. നല്ല കപ്പയും വേണമല്ലോ മേ? കട പറിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചാലേ പോകുന്നില്ലേ? ഇനിയിപ്പോൾ കപ്പ വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നീ രാത്രിയാകുമ്പോൾ വരലേ. നമുക്കൊരു ദിവസം അങ്ങനെ കാണിക്കാം. കപ്പ കളിച്ചിട്ട് മീൻ കറിയെല്ലാം വെച്ചിട്ട് കഴിക്കുന്നതിനെ കുറച്ച് നേരത്തെ കാലത്തെ. അപ്പോൾ ഇതിന് കൊട്ടനിലയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ആവശ്യമുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് ഇട്ടു, നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലേ? ഒന്നത് അതിലൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ കൂട്ടി ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് കറി വാങ്ങാം. അപ്പോൾ ഇതാ കുരുമുളക് പൊടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പിലായതുകൊണ്ട് മൊത്തം ആവി ദഹനം വരുന്നത്. വിറകടുപ്പിലൊക്കെയാണ് നല്ല ടേസ്റ്റ്. മറ്റേതാകുമ്പോൾ അതിൻ്റെ അടുക്ക് ലേശം ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ഒട്ടാകെ തിളപ്പില്ല. അടുപ്പാകുമ്പോൾ നല്ലോണം കത്തിയിട്ട് ഇങ്ങനെ ഒട്ടാകെ തിളച്ച് നല്ല ഉണ്ടാവും. അതാകുമ്പോൾ ആ അടിയിൽ മാത്രം ഇങ്ങനെ തീറ്റുള്ളൂ അല്ലേ? ചട്ടീൻ്റെ അടി വേഗം പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മണ്ണിൻ്റെ ചട്ടി ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ വെള്ളിച്ചായിരുന്നു. മണ്ണിൻ്റെ ചട്ടിക്ക് ഇങ്ങനത്തെ തീ കത്തി കരി കയറണം അല്ലേ? തീ അല്ലേ അടി? അതത്ര ചട്ടി ഈട് നിൽക്കും. ഭൂമി കൊണ്ട് കരിച്ചാൽ കുറേ നീണ്ട് വെക്കും ചട്ടി. എന്ന് വെച്ചാൽ കനിച്ചാൽ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചാൽ കുറച്ച് നല്ലോണം വീട്ടിൽ തീ കൊടുക്കും. ഒരു ദിവസം അമ്മ കരിക്കുന്ന കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാന്ന് ചട്ടിന്ന്. ആ ചട്ടി നല്ലോണം നീണ്ടിക്കും. അടുപ്പിൽ വെച്ചാൽ ഗ്യാസിലാകുമ്പോൾ വേഗം ചട്ടിക്കെല്ലാം വിളിച്ച് വരും. അപ്പോൾ നമ്മൾ തേങ്ങ കൂട്ടയും മീനെല്ലാം നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം.
തേങ്ങയും കുരുമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടി പൊടി മാത്രം അരച്ചതാണ്. ഒരു ചൂടുവെള്ളമാണ് അരി കൊടുക്കണം ലാസ്റ്റ്. അപ്പോൾ തേങ്ങയെല്ലാം കൂട്ടി ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് ഉപ്പോ എരിവോ എന്തൊക്കെ വേണമെങ്കിൽ ഇടാം. ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയും എരിവെല്ലാം പാകത്തിനുണ്ടോ നോക്കാം അല്ലേ. അപ്പം ഇനി ഇതിലൊന്നും കൂട്ടൊന്നും ചെയ്യില്ല, എല്ലായി റെഡിയായി തിളച്ചിട്ട് വാങ്ങിയേ വേണ്ടൂ. കറിവേപ്പില ചേർക്കണ്ടേ? കറിവേപ്പില ഇപ്പം ഇടും. അല്ല വേറെ ഇനി ഒന്നും കറിവേപ്പില നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെക്കണ്ട, എന്ന് വെച്ചാൽ തിളച്ച് മറിയും. തേങ്ങ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അല്ലേ. തിളച്ച് മറിഞ്ഞു. എന്താ മണം, നല്ല മണം വരുന്നുണ്ടല്ലേ. എന്നിട്ട് ഞാൻ എണീച്ച് ഇങ്ങോട്ട് വന്നിനി. എന്നാ കറി വെക്കുന്നത്? അയിലക്കറിയാവോ? കഞ്ഞി കുടിച്ചിട്ടാണ് നോക്കിക്കൊണ്ടാണ്. അപ്പൊ നമ്മ ഇപ്പുറത്ത് ചോറായിട്ട് കറിയെല്ലാക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കൂട്ടിക്കൂടെ. നമുക്ക് മഷ്റൂം കറിയാക്കാട്ടെ നാളെ, അല്ലെങ്കിൽ കോളിഫ്ലവറോ. വാസന്തേച്ചിക്ക് മണം ആസ്വദിക്കാനേ കഴിയുള്ളൂ. അയില അമ്മ മുന്നേ കൂട്ടയില്ല. മുന്നേ അമ്മക്ക് അലർജി ഉണ്ടായിന് അയില. ബാക്കി എല്ലാ മീനും കൂട്ടുന്നുണ്ടായിനി, അയില കൂട്ടയില്ല. ഇത് ചൊറിയും. ചമ്പാനെല്ലാം ഈ അലർജി ഉള്ളവർക്ക് അധികം പറ്റൂല, ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് സാരില്ല അല്ലേ. അങ്ങനെ എനിക്ക് ഇല്ല. പക്ഷെ ആദ്യത്തെ മണം വരുമ്പോ എന്തായിട്ടാവുമല്ലോ. മീനായാലും ഇറച്ചിയായാലും വെക്കുമ്പോ ഒരു മണം ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം ഉണ്ടോ നോക്കിക്കോ. എരിവലുണ്ട്, പുളിയുണ്ട്. ഉപ്പ് വേണം. ഉപ്പ് ഒരു കട്ട വേണോ ഒരു സംശയം നോക്കി പരിചയം. ചൂട് ചൂട് ചൂട്. ഉപ്പുണ്ടല്ലോ അമ്മ. ഉണ്ടല്ലേ? അത് നമുക്ക് വാങ്ങാം. കറി റെഡിയായി കേട്ടോ. നമ്മള് തേങ്ങ അരച്ച അയിലക്കറി റെഡി ആയിട്ടുണ്ടേ. അപ്പൊ നമ്മളെ നല്ല അടിപൊളി അയിലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ അയിലക്കറി. ഇലക്കറി പിന്നെ എണ്ണയൊന്നും ആക്കിയിട്ടാ അധികം ഇങ്ങനെ ആക്കല്. ഇടക്കയിലെ ഉള്ളി തക്കാളി അതെല്ലാം വാടിയിട്ട് ആക്കയില്ലു. അധികം ഇങ്ങനെ ആക്കല്. ഇങ്ങനെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ മീൻ നല്ല നെയ്സ്വാദെല്ലാം വന്നില്ലേ, അപ്പൊ അധികം എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കിയാ മതി. തേങ്ങ അരച്ചാൽ തന്നെ പിന്നെ അതില് പിന്നെ വറുത്തിടേണ്ട കാര്യമില്ല. പിന്നെ തേങ്ങ അരക്കാത്താണെങ്കിൽ നമുക്ക് അടി എണ്ണ ഒഴിക്കേണ്ടി. തേങ്ങ അരക്കുന്ന കറി ആയതുകൊണ്ട് എണ്ണ ഒഴിച്ചിട്ട്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കമൻസ് അറിയിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ വസന്തമ്മ കുളിക്കാൻ കയറിയിട്ടില്ലേ? അതെ, അതിൻ്റെ പോരാണെങ്കിൽ വസന്തമ്മ ഇല്ല കേട്ടാ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ബൈ ബൈ. ബൈ.